ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇത് നമുക്ക് പുതിയൊരു റെസിപ്പി കാണാം. മുറുക്ക്. ഇതൊരു ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു മുറുക്കാണ്. ആകെ ഇതിനകത്ത് മെയിനായിട്ട് 2 ഇൻഗ്രീഡിയൻസേ ഉള്ളൂ: കടലമാവും അരിപ്പൊടിയും. ഇത് ഭയങ്കര പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പം നമുക്കിത് നല്ല ടേസ്റ്റുമാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ക്ലീൻ ബൗളെടുത്തു. അതിനകത്തേക്ക് 3 കപ്പ് കടലമാവ്. നമ്മൾ എത്ര കടലമാവാണോ എടുക്കുന്നത് അത്രയും തന്നെ അരിപ്പൊടി എടുക്കണം. ഇപ്പോൾ ഞാൻ ഈ 3 കപ്പ് ഉണ്ടാക്കുമ്പോൾ ഏകദേശം നമുക്കൊരു 1.5 കിലോയിൽ കൂടുതൽ മുറുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ 3 കപ്പ് കടലമാവ് ആദ്യം എടുത്തു. അതിനകത്തേക്ക് നമുക്ക് ഇനി അരിപ്പൊടിയാണ് എടുക്കേണ്ടത്. അരിപ്പൊടി നമ്മുടെ വറുത്ത അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ യൂസ് ചെയ്യുന്ന ഒട്ടും തരങ്ങില്ലാത്ത പോലത്തെ അരിപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത്. അപ്പം 3 കപ്പ് അരിപ്പൊടിയും കൂടെ ആഡ് ചെയ്തു. നമ്മൾ എത്രയാണോ കടലമാവ് എടുക്കുന്നത് അതിൻ്റെ സെയിം തന്നെയാണ് അരിപ്പൊടിയും കൂടെ എടുക്കുന്നത്. അതിൻ്റെ കൂടെ ഞാനൊരു 3 ടേബിൾ സ്പൂൺ നെയ്യ് അല്ലെങ്കിൽ ബട്ടർ നമ്മൾ ഉരുക്കി ഒഴിക്കണം. എനിക്ക് ഈ നെയ്യിൻ്റെ ഫ്ലേവർ നല്ല ഇഷ്ടമാണ്. മുറുക്ക് കഴിക്കുമ്പോൾ നല്ലൊരു നെയ്യിൻ്റെ ടേസ്റ്റ് വരും. അതുകൊണ്ട് തന്നെ ഞാനിന്ന് 3 ടേബിൾ സ്പൂൺ നെയ്യാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്കിതിനകത്തേക്ക് 2 ടേബിൾ സ്പൂണോളം എള്ള് വേണം. ഞാനിവിടെ കറുത്ത എള്ളാണ് എടുത്തേക്കുന്നത്. നന്നായി കഴുകി വൃത്തിയാക്കിയെടുത്ത എള്ളാണ്. ഇനി നമുക്കതിൻ്റെ കൂടെ 1.5 ടേബിൾ സ്പൂണോളം ചെറിയ ജീരകം. ഈ ചെറിയ ജീരകം നമ്മൾ മുറുക്ക് കഴിക്കുമ്പോൾ കടിക്കാൻ നല്ല ടേസ്റ്റാട്ടോ. അതുകൊണ്ട് 1.5 ടേബിൾ സ്പൂൺ യൂസ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് അയമോദകം. അയമോദകം നമുക്ക് ഏകദേശം 1 ടേബിൾ സ്പൂണോളം അയമോദകം ആഡ് ചെയ്തു. അതിൻ്റെ കൂടെ നമുക്ക് കായപ്പൊടി, ഒരു 1/2 ടീസ്പൂണോളം കായപ്പൊടി ആഡ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് മുളക് പൊടി. 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി ആഡ് ചെയ്തു. നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഞാനിവിടെ ആഡ് ചെയ്തത്. അതിൻ്റെ കൂടെ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് ഉപ്പ് ഏകദേശം 1 ടീസ്പൂണോളം ഉപ്പ് ഞാൻ ആഡ് ചെയ്തു. നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ഇനി ഞാനൊരു വിസ്ക് വെച്ച് ഇത് നല്ല പൊടികളെല്ലാം ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. നമ്മൾ പെട്ടെന്ന് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുകയാണെങ്കിൽ ഈ എള്ളും ജീരകവും ഒക്കെ അവിടെ എവിടെയും കൂടി നിൽക്കുന്ന പോലെ തോന്നും. അതുകൊണ്ട് ആദ്യം വിസ്ക് കൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് വേണം അത് കുഴച്ചെടുക്കാൻ. പെട്ടെന്ന് വെള്ളം കൂടി പോട്ടോ കടലമാവായതുകൊണ്ട്. അതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഒരുപാട് മാവ് കട്ടിയും ആവരുത്, എന്നാൽ ഒരുപാട് ലൂസും ആവാത്ത പോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. നമുക്കിത് മുറുക്കിൻ്റെ അച്ചിലിട്ട് പിഴിഞ്ഞെടുക്കാൻ എളുപ്പത്തിനുള്ള രീതിയിൽ നല്ല സോഫ്റ്റായിട്ട് നമ്മളിത് കുഴച്ചെടുക്കണം. ഇനി ഇത് ഉണ്ടാക്കുന്നതിനനുസരിച്ച് കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോൾ ഇത് ഡ്രൈ ആയി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മൂടി വെച്ച് അടച്ചു വെക്കണം. ഇനി എണ്ണ ചൂടാക്കാൻ വെച്ചു. ഏകദേശം നമ്മൾ ഒരു മീഡിയം ചൂടിലാണ് ഇതെല്ലാം ചുട്ടെടുക്കുന്നത്. അപ്പോൾ എണ്ണ ഞാനിവിടെ സാധാരണ വെജിറ്റബിൾ ഓയിലാണ് ആഡ് ചെയ്തത്. ഇതിനകത്തേക്ക് കുറച്ച് മാവിട്ട് നോക്കിയിട്ട് നല്ല രീതിയിൽ പെട്ടെന്ന് പൊന്തി വരുന്നുണ്ടെങ്കിൽ എണ്ണ ചൂടായി എന്നാണ്. അതുപോലെ തന്നെ ഞാൻ നമ്മുടെ ഇടിയപ്പം ഒക്കെ പിഴിഞ്ഞെടുക്കുന്ന ആ അച്ചാണ് എടുത്തേക്കുന്നത്. അതിനകത്തേക്ക് 3 സ്റ്റാറിൻ്റെ അച്ചാണ് ഞാൻ ഇതിനകത്തേക്ക് എടുത്തേക്കുന്നത്. ഇനി നമ്മൾ ഈ എണ്ണയിലേക്ക് നമുക്ക് മാവ് പിഴിഞ്ഞൊഴിക്കാം. അത്യാവശ്യം ഒന്ന് പരത്തി, ഒന്നിൻ്റെ മേലെ ഒന്നാവാത്ത രീതിയിൽ അത്യാവശ്യം ഒന്ന് പരത്തി വേണം പിഴിഞ്ഞെടുക്കാൻ. അതുപോലെ തന്നെ നമ്മൾ ഈ മുറുക്ക് മൂടി നിൽക്കാൻ പാകത്തിനുള്ള എണ്ണ വേണം. അല്ലെങ്കിൽ നമുക്കിത് അവിടെ ഇവിടെയും വെന്ത പോലെയും ചിലത് വേവാത്ത പോലെയൊക്കെ ആയിപ്പോവും. അതുകൊണ്ട് ഈ മുറുക്ക് എപ്പോഴും നമുക്ക് മുങ്ങി നിൽക്കാൻ പാകത്തിനുള്ള എണ്ണ വേണം. ഇത് നമ്മൾ ഒന്നിൻ്റെ മേലെ ഒന്ന് പിഴിഞ്ഞൊഴിക്കാതെ എല്ലാം ഒന്ന് പരത്തി പിഴിയുന്നതാണ് നല്ലത്. പിന്നെ അങ്ങനെ ഒന്നിൻ്റെ മേലെ ഒന്നായാലും ചെറുതായിട്ട് തവി കൊണ്ടൊന്ന് എല്ലാം ഒന്ന് പരത്തി എടുക്കുക. ഇനി കണ്ടോ നല്ല പത വരുന്നുണ്ടോ? ഇത് ശരിക്കും ഈ പതയൊന്ന് ചെറുതായിട്ട് കുറഞ്ഞു വരുമ്പോഴാണ് ഈ മുറുക്ക് ഒരു സൈഡ് വെന്ത് വരുന്നത്. അപ്പം ഈ പതയൊന്ന് കുറഞ്ഞു വരുമ്പോൾ നമുക്കിത് മറിച്ചിടാം. അപ്പം മറിച്ചിടുമ്പോൾ പൊട്ടിയൊക്കെ പോവും. പക്ഷേ ഇത് നമ്മൾ പൊട്ടി എടുക്കുന്ന മുറുക്കായതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അപ്പോൾ അത്യാവശ്യം എല്ലാം ഒന്ന് നല്ല രീതിയിൽ മറിച്ചിടണം. ഇനി നമുക്ക് അതുപോലെ തന്നെ ഇത് ഇവിടെയും പത കുറയുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. ഒരു ചെറിയ ബ്രൗൺ കളറാവും. അതുപോലെ നമുക്ക് ഈ തവി കൊണ്ട് ഇങ്ങനെ ഇളക്കുമ്പോൾ ഒരു ക്രിസ്പി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കിത് കോരിയെടുക്കാം. ഇത് നമുക്കിപ്പോൾ ചെറിയൊരു ബ്രൗൺ കളറേ ആയിട്ടുള്ളൂ. പക്ഷേ ഇത് ഇരുന്ന് മൂക്കുന്നൊക്കെ പറയില്ലേ എന്ന് പറഞ്ഞ പോലെ മുറുക്ക് നമുക്ക് ഇത് ഇരുന്ന് ഒന്നും കൂടെ മൂക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ചെറിയൊരു ബ്രൗൺ ആയിട്ട് ക്രിസ്പി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കിത് കോരിയെടുക്കാം. ഇനി നമുക്ക് ഇത് കുറച്ച് നേരം, ഇപ്പോൾ കണ്ട ഒരു ചെറിയ ബ്രൗണേ ഉള്ളൂ. പക്ഷേ ഇത് കുറച്ച് നേരം ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇത് കുറച്ചും കൂടെ ഡാർക്ക് ബ്രൗൺ ആയിട്ട് വരും. അപ്പോൾ ഏകദേശം ഞാനിതെല്ലാം ചുട്ടെടുത്തപ്പോൾ ഏകദേശം ഒരു 1.5 കിലോയിൽ കൂടുതൽ മുറുക്ക് എനിക്ക് കിട്ടി. കണ്ടോ ഇപ്പോൾ കളർ കണ്ടോ? അത്യാവശ്യം ഒരു
കുറച്ചും കൂടെ ഡാർക്ക് ബ്രൗൺ ആയിട്ട് വന്നു. നല്ല ക്രിസ്പിയുമാണ്, നല്ല ടേസ്റ്റുമാണ്. ഈ ജീരകത്തിൻ്റെയും അയമോദകത്തിൻ്റെയും ഒക്കെ ടേസ്റ്റ് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങൾക്ക് അയമോദകമൊന്നും അത്ര ഇഷ്ടമല്ലെങ്കിൽ അത്ര ആഡ് ചെയ്യണ്ട കേട്ടോ. അപ്പം ഇത് ശരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.